എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, അഗസ്തിക്കീരയുടെ പൂവാണിത്. അഗസ്തിക്കീരയുടെ പൂവ് രണ്ട് നിറത്തിൽ കിട്ടും, ഒന്ന് വെള്ളയും ഒന്ന് ഈ കളറും. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ പിടിച്ചപ്പം ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണിച്ചിരുന്നു. ഇപ്പോൾ കുറേ പിടിക്കുന്നുണ്ട്. അപ്പം ഇത് വലിയൊരു ഔഷധ ഗുണമുള്ള സസ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അഗസ്തിക്കീര വയറ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തോരൻ വെച്ച് കഴിച്ചാൽ മതി. പിന്നെ ചിലരതിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലരതിൻ്റെ നീരെടുത്തിട്ട് കുടിക്കും. അപ്പം ഇത് ഞാൻ ഇന്നൊരു തോരനാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഇത് പെട്ടെന്നൊന്ന് ഒന്ന് കഴുകി അരിഞ്ഞ് നമുക്കൊരു നല്ലൊരു തോരൻ വയ്ക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇടും. ഞാൻ ഇതിനകത്ത് സവാള ഇടുമെന്നാണ് പറഞ്ഞത്, പക്ഷേ കൊച്ചുള്ളിയാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ കരുതി ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു, സവാളയേക്കാൾ കൊച്ചുള്ളിയാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന്. അങ്ങനെ പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഇവക്ക് ചെയ്യാൻ വയ്യ, നമ്മളെ അടുത്ത് പറയുന്നതെന്ന്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം എടുത്ത് ഇത്രയും ഉള്ളി പൊളിച്ചെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി തോരൻ വയ്ക്കാനായിട്ട് പോവാം. തോരൻ വയ്ക്കാനായിട്ട് ഗ്യാസ് ഓണാക്കി കൊടുക്കുക. ഗ്യാസ് ഓണാക്കി ഒരു അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇച്ചിരി ഒന്ന് വറ്റട്ടെ. അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കാന്താരി, വെള്ളക്കാന്താരി, ഇത് എല്ലാം തീർന്നതാണ് കേട്ടോ. നമുക്കത് അവിടെ ഇരിക്കട്ടെ, അത് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത്രയും മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുകൊന്ന് പൊട്ടിക്കേ. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം ഇട്ടാൽ മതി. അതായത് ഇത് വാടി വരുമ്പോൾ ഒന്നും കാണത്തില്ല, ഇച്ചിരിയേ ഉള്ളൂ. പിന്നെങ്കിലും ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഭയങ്കര വിലയായി സാധനത്തിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ കണക്ക് ഓരോന്ന് നമ്മൾ പറയുന്നത് അതേ കണക്കൊന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ആ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ആദ്യം ഇടാൻ പോകുന്നത്, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിയെല്ലാം ഇടുന്നത്. ഇതിന് വേവില്ലാത്തൊരു സാധനമല്ലേ, ഒട്ടും തന്നെ വേവില്ല, പക്ഷേ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണിത്. ഒരല്പം ഒന്ന് വാടിയിട്ട് പെട്ടെന്നങ്ങ് ആവും തോരൻ, അധികം സമയമൊന്നും എടുക്കത്തില്ല. കൂട്ടത്തിൽ നമുക്ക് ആ പച്ചമുളകില്ലേ, കാന്താരി, ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തില്ല. ഒരുപാടങ്ങ് പീസാക്കി മാറ്റണ്ട, കാരണം നമ്മൾ കഴിക്കുമ്പോഴേ അതെടുത്ത് കടിക്കും. കറിയെല്ലാം ശരിയായി ആൾക്കാർ കഴിക്കാൻ വരുമ്പോൾ അതെടുത്ത് മാറ്റാമല്ല, അതേ രീതിയിൽ വേണം ചെയ്യേണ്ടത്. അപ്പം ഇതിനെ ഒന്ന് വഴറ്റിയിട്ട് ഒരുപാടങ്ങ് കളർ മങ്ങി പോണ്ട എന്നെങ്കിലും ഒരുവിധം ആവണം. കാരണം ഇതങ്ങോട്ട് ഇടുമ്പോഴത്തേനും അധികം വേവില്ലാത്ത സാധനമായതുകൊണ്ടേ, അപ്പം അതുകൊണ്ടാണ് ഉള്ളി ആദ്യം ഇടുന്നത്. ഇനി നമ്മുടെ അഗസ്തിക്കീരയുടെ പൂവിടുക. നിങ്ങളെല്ലാവരും എവിടെയെങ്കിലുമൊക്കെ കിട്ടുമ്പം കേട്ടോ അത് വാങ്ങിച്ച് നോക്കുക. ഇതേപോലെ തോരൻ വയ്ക്കുന്നതാണ് നല്ലത്. നമ്മുടെ കറണ്ട് പോയി, ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കറണ്ട് പോയാലും നമുക്ക് കറി വെക്കാതിരിക്കാൻ നിവർത്തിയില്ല. നമുക്ക് അല്ലെങ്കിൽ കറണ്ട് വരട്ടെ എന്നും പറഞ്ഞ് അവിടെ കാത്തു നിൽക്കാനുള്ള നേരമില്ല. അപ്പം നമ്മളേത് വിധേനയും നമ്മൾ കറി വയ്ക്കും. ഇനി ഇതിനകത്ത് കിട്ടുമെന്നൊരു സംശയം, ഒരല്പം ഉപ്പും കൊടുക്കേ. അതിനകത്തായിപ്പോയി, ഇച്ചിരി ഇടുന്നോളൂ.
അതിട്ട് കൊടുത്ത് ഇനി നമ്മുടെ തേങ്ങ ഒരു ലേശം മാത്രമേ ഇടാവുള്ളൂ. ഒത്തിരി തേങ്ങയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റരുത്, തേങ്ങയുടെ ടേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ തേങ്ങ, മഞ്ഞൾ, ജീരകം അതെല്ലാം കൂടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെക്കുക. അടച്ചൊത്തിരി നേരം വെക്കണ്ട, ഇപ്പം തന്നെ ഇത് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യമില്ലാത്ത മസാലകളൊന്നും ഇട്ട് ആ പൂവിൻ്റെ ടേസ്റ്റ് മാറ്റിയിട്ടില്ല. ഇച്ചിരിയേ ഉള്ളത് സംഭവം വെച്ച് വരുമ്പോൾ. ഞാനൊന്ന് ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പിരിക്കുന്നത് ഇച്ചിരി ഒന്ന് ഉപ്പ് നോക്കട്ടെ. അപ്പോൾ ഇനിയൊന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയത്തില്ലേ, അതെ നമുക്ക് വെക്കാൻ നോക്കും. ഇവിടെ എപ്പോഴും ഇപ്പോൾ കറണ്ട് പോക്കാം, എന്താണെന്നറിയത്തില്ല. കൂട്ടത്തിൽ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഒന്ന് ഇളക്കി നോക്കേ. തീ കുറച്ച് തന്നെ വെച്ചേക്കണേ, കാരണം ഇത് നമ്മുടെ തേങ്ങയും മഞ്ഞളും ആ ജീരകവും ഒക്കെ ഞാൻ ആ തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള നേരമാണ്, അല്ലാതെ ഇതിന് വേവധികം ഇല്ലാത്ത സംഭവമാണ്. അപ്പം അതെല്ലാം ഇതിനകത്തൊന്ന് പിടിച്ച് ചേരണം. ജീരകം നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പരുവാകുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് അഗസ്തിക്കീരയുടെ അത്രയും കയ്പില്ല, എന്നാലും ഒരു ലേശം കയ്പേ ഉള്ളൂ. ലേശം ഉണ്ട്. അഗസ്തിക്കീരയുടെ ചീര നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കയ്പ്, പക്ഷേ ഇതിന് അത്ര കയ്പില്ല. അതിനെ നിങ്ങൾക്ക് കയ്പ് വരുമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചിട്ട് ഒരു മുട്ടയും കൂടെ, ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു കറക്റ്റ് രീതിയിൽ നമുക്കൊന്ന് കാണിക്കാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടോട്ടൊരു മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് ചിക്കി ഇതിൻ്റെ കൂടെ ചേർത്താൽ അല്പം പോലും കയ്പ് അനുഭവിക്കത്തതേ ഇല്ല. ഇതൊരു ലേശത്തിന് കയ്പേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം ഇത് വെക്കുമ്പോൾ അല്പം കയ്പുണ്ടെന്ന്. അപ്പം ഇവിടെ ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത്. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. തീർന്നു, നമ്മുടെ തോരൻ പരിപാടി തീർന്നു. ഓക്കെ, ബൈ.